ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് ഉറക്കെ പറയാ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് എല്ലാവർക്കും വചനം ശ്രവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഈ എഫാത്ത കൂട്ടായ്മയിലേക്ക് ഞങ്ങളെ ഒരുക്കിയതിനെ ഓർത്ത് അങ്ങയുടെ മഹത്വം ഇവിടെ വർഷിക്കുന്നതിന് വേണ്ടി ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെല്ലാവരെയും ഒരുക്കിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സ്നേഹ ഈശോയെ, അവിടുത്തെ വചനം ശ്രവിക്കുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് എളിമയുടെയും മനതാപത്തിൻ്റെയും വിനയത്തിൻ്റെയും കൃപ ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. ഈ കൂട്ടായ്മ വളർന്നു വരുവാൻ സഹായിക്കണമേ. പൊന്നുതമ്പുരാനെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. വചനം ശ്രവിക്കുമ്പോൾ ദാഹാർത്തരായി മാറുന്നതിന്, വചനത്തോട് ദാഹിക്കുന്നതിന് ഞങ്ങൾക്ക് കൃപയേകണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എല്ലാവരും ഇരിക്കുക. ഏശയ്യായുടെ പുസ്തകത്തിൽ നിന്ന് 66-ാം അധ്യായം 2-ാം തിരുവചനം. കർത്താവ് നമ്മളോട് അരുളി ചെയ്യുന്നു, ഇവയെല്ലാം എൻ്റെ കരവേലയാണ്, ഇവയെല്ലാം എൻ്റേത് തന്നെ. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. അതെ, കർത്താവ് ഇവിടെ നമ്മളോട് സംസാരിക്കുകയാണ്. ആത്മാവിൽ എളിമയും വിനയവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ നിങ്ങൾ വിറയ്ക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ കടാക്ഷിക്കുന്നു. സഹോദരങ്ങളെ, നമ്മെ സ്നേഹത്തോടെ നോക്കുന്നവരെ, നമ്മെ നോക്കി പുഞ്ചിരിക്കുന്നവരെ, നമ്മെ സഹായിക്കുന്നവരെ, നമ്മളോട് സഹകരിക്കുന്നവരെ എല്ലാം നമുക്ക് വളരെ ഇഷ്ടമാണ്. എന്നാൽ അഹങ്കരിക്കുന്നവരെ നാം വെറുക്കുന്നു. മാത്രമല്ല, നാം അവരെ അകറ്റി നിർത്തുകയും ചെയ്യുന്നു. ഇവിടെ നാം ഓർക്കുക, നമ്മളോട് അഹങ്കാരം കാണിക്കുന്നവരെ, അഹങ്കാരത്തോടെ നമ്മളോട് സംസാരിക്കുന്നവരെ, ഗർവ് കാണിക്കുന്നവരെ, പൊങ്ങച്ചം പറയുന്നവരെ എല്ലാം നാം ഒരു അവജ്ഞയോടെയല്ലേ വീക്ഷിക്കാറുള്ളത്. ഇവിടെ പ്രഭാഷകന്റെ പുസ്തകം 10:7 പറയുന്നു, അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കുന്നു. അതേ സഹോദരങ്ങളെ, അഹങ്കാരം പറയുമ്പോൾ നാം അവരെ വെറുക്കുകയാണ് ചെയ്യുക. നമുക്ക് മാത്രമല്ല, കർത്താവും അവരെ വെറുക്കുന്നു. വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം 10:28 പറയുകയാണ്, മകനെ വിനയം കൊണ്ട് മഹത്വം ആർജിക്കുക, നീ നിന്റെ നില വിട്ട് പെരുമാറരുത്. ഇവിടെയും കർത്താവ് പറയുന്നത്, നമുക്ക് തമ്പുരാൻ തന്നിരിക്കുന്ന അവസ്ഥ ഏതാണോ ആ അവസ്ഥ വിട്ട് നാം പെരുമാറരുത് എന്നാണ്. ഏശയ്യായുടെ പുസ്തകത്തിലുള്ള വായനയാണ് നമ്മളിപ്പോൾ കണ്ടത്. അവിടെ പറയുകയാണ്, നീ ആത്മാവിൽ എളിമയും വിനയവും ഉള്ളവരാകുക. ഇന്ന് ഈ എഫാത്ത കൂട്ടായ്മയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നാം ഓരോരുത്തരും പലവിധ പ്രശ്നങ്ങളും പലവിധ നിയോഗങ്ങളും ആവശ്യങ്ങളും എല്ലാമായിട്ടാണ് കടന്നു വന്നിരിക്കുക. അത് മാനസികമോ അല്ലെങ്കിൽ ശാരീരികമോ ലൗകികമോ എന്തുമായിക്കൊള്ളട്ടെ, രോഗപീഠകളായിരിക്കാം. ഒരുപക്ഷെ മാനസിക പ്രശ്നങ്ങളുള്ളവരുണ്ട്, പ്രാർത്ഥനാ വരം കിട്ടാനുള്ളവരുണ്ട്, മക്കളുടെ വിദ്യാഭ്യാസ കാര്യം, അതുപോലെ അവരുടെ വിവാഹ കാര്യം, ഭവനമില്ലായ്മ, സാമ്പത്തികമായിട്ടുള്ള കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവര് എന്ത് തന്നെയുമായിക്കൊള്ളട്ടെ, എഫാത്ത കൂട്ടായ്മയിലേക്ക് കടന്നു വന്നപ്പോൾ നാം വെച്ചിരിക്കുന്ന നിയോഗങ്ങളും ആവശ്യങ്ങളും അനുഗ്രഹങ്ങളും എല്ലാം നമുക്ക് ലഭിക്കണമെങ്കിൽ കർത്താവിന്റെ കടാക്ഷം കൂടിയേ തീരൂ. അപ്പൊ കർത്താവ് നമ്മളെ കടാക്ഷിക്കണമെങ്കിൽ അവിടുന്ന് തന്നെ നമ്മളോട് പറയുകയാണ്, ആത്മാവിൽ എളിമയും വിനയവും ഉള്ളവരാകുവിൻ.
അനുതാപത്തോടെ നിങ്ങൾ എൻ്റെ സന്നിധിയിലേക്ക് വന്നണയുവിൻ. അവിടുന്ന് എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ നിങ്ങൾ വിറയ്ക്കണം. ഇവിടെ കർത്താവ് വിറയ്ക്കണമെന്ന് പറഞ്ഞത് ദാഹാർത്തരായി നാം മാറണം, വചനത്തിനായി ദാഹിക്കണം. ഈ നിമിഷം നമുക്ക് കർത്താവിൻ്റെ തിരുവചനത്തിനായി കാതോർക്കാം, ശ്രവിക്കാം. ഒരു എളിമയുള്ള ഹൃദയത്തോടെ, അനുതാപമുള്ള ഹൃദയത്തോടെ നമുക്ക് ഓരോരുത്തർക്കും ആയിരിക്കാം. ആ ഹൃദയം ഒരുക്കി തരുന്നതിനായി, എളിമയുള്ള ഹൃദയം ഒരുക്കി തരുന്നതിനായി, വചനത്തിന് ദാഹിക്കുന്നതിനായി ഇപ്പോൾ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഇപ്പോൾ കർത്താവ് നമ്മോട് സംസാരിക്കുന്നത് ഇതാണ്: നിങ്ങൾ എളിമയും വിനയവും ഉള്ളവരാകുവിൻ. എന്താണ് സഹോദരങ്ങളെ എളിമ എന്ന് പറഞ്ഞാൽ? എന്താണ് എളിമ? ദൈവമാണ് എല്ലാ നന്മകളുടെയും കർത്താവെന്നും നമുക്ക് സ്വന്തമെന്ന് പറയുവാനോ ആത്മാഭിമാനം കൊള്ളുവാനോ ഒന്നുമില്ല എന്നുള്ളതാണ്. ആ ഒരു തോന്നൽ, ആ ഒരു ചിന്ത നമ്മളിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എളിമ നമ്മൾ അഭ്യസിച്ചു കഴിഞ്ഞു. ഇന്ന് എളിമ അഭ്യസിക്കുന്നതിന് നമുക്ക് ഏറ്റവും മാതൃക എന്ന് പറയുന്നത് നമ്മുടെ യേശുക്രിസ്തു തന്നെയല്ലേ? പൊന്നു തമ്പുരാൻ ദൈവമായിരുന്നിട്ടും നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി, വിനയത്തിന്റെയും എളിമയുടെയും വില നമ്മെ പഠിപ്പിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നും ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. സ്വയം ശൂന്യവത്കരിച്ചുകൊണ്ട് ദാസനായി മനുഷ്യന്റെ ആകൃതിയിൽ മനുഷ്യനായി കാണപ്പെട്ടു. അതേ സഹോദരങ്ങളെ, മരണം വരെ, കുരിശു മരണം വരെ പിതാവിനോട് അനുസരണമുള്ളവനായിരുന്നു. നാം ഇവിടെ ഓർക്കണം, പൊന്നു തമ്പുരാൻ സ്വയം ശൂന്യവത്കരിച്ചുകൊണ്ട് ദൈവപുത്രനായിരുന്നിട്ടും ദൈവമായിരുന്നിട്ടും ഈ ഭൂമിയിലേക്ക് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങി വരുവാൻ അവിടുന്ന് സ്വയം ചെറുതായി, സ്വയം ശൂന്യവത്കരിച്ചുകൊണ്ട് സ്വയം ചെറുതാക്കുകയാണ് ചെയ്തത്. ഇവിടെ പൊന്നു തമ്പുരാന്റെ ആ സ്നേഹത്തിന്റെ പാരമ്യമല്ലേ നമുക്കിവിടെ കാണാൻ കഴിയുക. നമ്മളൊക്കെ അഹങ്കരിക്കുന്നത് പോലെ പൊന്നു തമ്പുരാന് വേണമെങ്കിൽ, കർത്താവ് യേശുനാഥന് വേണമെങ്കിൽ ആ സ്വർഗീയ സിംഹാസനത്തില് ഉപവിഷ്ടനായിട്ടിരിക്കാമായിരുന്നു. കാരണം പറുദീസ നൽകിയിട്ടും പാപികളായിത്തീർന്ന മനുഷ്യ ജന്മങ്ങളെ ഇനി ഞാൻ ഒരിക്കലും നന്മയിലേക്ക് കൊണ്ടുവരുന്നില്ല എന്ന് വാശിയോടെ വേണമെങ്കിൽ ഇരിക്കാമായിരുന്നു. പക്ഷെ നമ്മുടെ പൊന്നു തമ്പുരാൻ അതൊന്നും ചെയ്തില്ല. അവിടുന്ന് വീണ്ടും നമ്മൾ തെറ്റുകളിലേക്ക് പോയപ്പോൾ സ്വന്തം പുത്രനെ നമ്മളെ അടുക്കലേക്ക് അയക്കുകയാണ്. സ്വയം ചെറുതായി എളിമയുടെ നിറകുടമായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന ഈശോനാഥൻ ആദ്യമായി കടന്നു വന്നത് എവിടെയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ബെത്ലഹേമിലെ ഒരു പുൽത്തൊഴുത്തിൽ കാലിക്കൂട്ടങ്ങളുടെ ഇടയിൽ വന്നു പെറുക്കേണ്ട രാജാതിരാജൻ, അതെ, എല്ലാ രാജാക്കന്മാരുടെയും രാജാവായ യേശുനാഥൻ, ഈ ഭൂലോക പ്രപഞ്ചങ്ങളുടെ മുഴുവൻ സൃഷ്ടാവായ നാഥൻ ഇവിടേക്ക് കടന്നു വന്നത് ഒരു ബെത്ലഹേമിലെ പുൽത്തൊഴുത്തിലേക്കാണ്, കാലിക്കൂട്ടങ്ങളുടെ ഇടയിലേക്കാണ്. വീണ്ടും അവിടുന്ന് ഈ ഭൂമിയിൽ ചെലവഴിച്ചതില് അധിക കാലവും അവിടുന്ന് ജീവിച്ചത് നസറത്തിലെ ആ എളിയ ഭവനത്തിലായിരുന്നു. വീണ്ടും നമുക്ക് നോക്കാം, കാൽവരി കൊടുമുടിയില് നിന്ദ്യനായി, നീചനായി, എളിമയോടെ കർത്താവ് ജീവൻ വെടിഞ്ഞു. ഇവിടെ നാം ഓർക്കുക, പൊന്നു തമ്പുരാൻ ഇതൊക്കെ ചെയ്തത് തമ്പുരാൻ ചെയ്തത് ദൈവം ചെയ്തതുപോലെ, യേശുനാഥൻ ചെയ്തതുപോലെ യേശുനാഥന്റെ മാതൃകയാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു. അതെ, സ്നേഹത്തിന്റെയും എളിമയുടെയും മാതൃക. ഇവിടെ ഇപ്പോൾ എൻ്റെ സഹോദരങ്ങളെ, കർത്താവ് ഈ നിമിഷം നമ്മളോട് സംസാരിക്കുകയാണ്. ഞാൻ ഈ അപമാനവും അവജ്ഞയും ഒക്കെ സഹിച്ചത് നിങ്ങൾ എൻ്റെ മാതൃക പിന്തുടരുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾ എൻ്റെ മാതൃക പിന്തുടരണം. ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകളും സഹനങ്ങളും നിങ്ങൾ കാണണം. ഞാൻ എളിയവനായി ഭൂമിയിലേക്ക് വന്നു, അത് നിങ്ങൾ കാണണം. എന്നെ അനുസരിക്കണം, എന്നെ അനുകരിക്കണം, എൻ്റെ മാതൃക പിന്തുടരണം. ഇതാണ് പൊന്നു തമ്പുരാൻ നമ്മളോട് പറയുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 7-ാം തിരുവചനത്തില് നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി പറിച്ചിങ്ങെടുത്തിട്ട് പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും
ജീവന്റെ ശ്വാസം നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. പൊന്നു തമ്പുരാൻ എന്താ ചെയ്തത്? ഭൂമിയിലെ കുറച്ച് മണ്ണിങ്ങെടുത്തു, എന്നിട്ടൊരു രൂപമൊക്കെ മെനഞ്ഞ് അവിടെ ഉണ്ടാക്കി വെച്ചു. എന്നിട്ടൊന്നും പറയുകയല്ല കർത്താവ് ചെയ്തത്. തന്റെ ജീവന്റെ ഭാഗം, തന്നിലെ ജീവൻ അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് അങ്ങോട്ട് ഊതി തന്റെ ജീവവായു കൊടുത്ത് താൻ സൃഷ്ടിച്ച തന്റെ പൊന്നോമനകളെ പിതാവായ ദൈവം എത്ര കണ്ട് സംരക്ഷിക്കുന്നു. തന്റെ ശക്തമായ കരങ്ങളിൽ ഇപ്പോൾ സംരക്ഷിക്കുകയാണ്. തന്റെ കർത്താവിന്റെ ശക്തമായ സംരക്ഷണം ഇപ്പോൾ നമ്മളെ കാത്തു പരിപാലിക്കുന്നു സഹോദരങ്ങളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ സംരക്ഷണം നമ്മളോടൊപ്പം ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഏതെല്ലാം തെറ്റുകളിലൂടെ കടന്നു പോയാലും കർത്താവ് നമ്മെ സംരക്ഷിക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് സ്വന്തം എന്ന് പറയുവാൻ ഒന്നുമില്ല. എല്ലാം കർത്താവിന്റെ അനുഗ്രഹങ്ങൾ മാത്രമാണ്. അങ്ങനെ എളിയവനായി നാം കർത്താവിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ നിഷ്കളങ്കതയോടെയും ഹൃദയ നൈർമല്യത്തോടും എളിമയോടും നന്ദി നിറഞ്ഞ ഹൃദയത്തോടും കൂടി കർത്താവിന്റെ തിരുമുമ്പിൽ നാം വ്യാപരിക്കുമ്പോൾ ആ കർത്താവ് നമ്മളിലേക്ക് ഇറങ്ങി വരും. ഇന്ന് കർത്താവ് നമ്മളിൽ വസിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ നിമിഷം ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളെയും കർത്താവ് അനുഗ്രഹിച്ച് കർത്താവ് നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കാരണം കർത്താവിന്റെ ജീവശ്വാസമാണ് നമ്മളിലുള്ളത്, കർത്താവിന്റെ ജീവനാണ് നമ്മളിലുള്ളത്. അതുകൊണ്ട് തന്നെ കർത്താവ് നമ്മളിൽ വന്ന് വസിച്ച് നമ്മളിലേക്ക് കർത്താവിന്റെ ആ വായു, ആ ജീവവായു, ജീവശ്വാസം ഇപ്പോൾ വീണ്ടും ശ്വസിച്ച് നമ്മളെ പുതിയ സൃഷ്ടികളാക്കി മാറ്റുവാൻ കർത്താവ് ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്. അഹങ്കാരം കർത്താവ് വെറുക്കുന്നു. ഇന്ന് നാം ഓർക്കണം, നാം ഓരോരുത്തരും ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകാം, എങ്കിലും നാം ഓരോരുത്തരും അഹങ്കാരികളല്ലേ? പലവിധ കാര്യങ്ങളിൽ നാം അഹങ്കരിക്കുന്നു, ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരിയേറെ കാര്യങ്ങളിൽ. ഇന്നിവിടെ നിൽക്കുന്ന ഞാനും ഇവിടെ ആയിരിക്കുന്ന നിങ്ങളും ഇന്ന് അഹങ്കരിക്കുന്നില്ലേ? എനിക്ക് സമ്പത്തുണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്, പഠിപ്പുണ്ട്, കഴിവുണ്ട്, സാമർഥ്യമുണ്ട്, സൗന്ദര്യമുണ്ട്, ആരോഗ്യമുണ്ട്, എല്ലാം അവളേക്കാൾ അല്ലെങ്കിൽ അവനേക്കാൾ ഒരു പടി കൂടി മുന്നിലല്ലേ ഞാൻ? ഇന്ന് നമ്മൾ അഹങ്കരിക്കുന്നതാണ് ഇത്. എനിക്ക് 10 തലമുറ കഴിഞ്ഞുകൂടാനുള്ള സമ്പത്തുണ്ട്, ഞാൻ എന്തിനാ ഇനി ദൈവത്തെ അന്വേഷിക്കുന്നത്? മറ്റുള്ളവരുടെ കാര്യം ഞാൻ എന്തിനാണ് അന്വേഷിക്കുന്നത്? ഇവയൊക്കെ നാം അഹങ്കരിക്കുന്നില്ലേ സഹോദരങ്ങളെ? നാം ഒന്ന് ഓർത്ത് നോക്കിക്കേ, നാം അഹങ്കരിക്കുന്നില്ലേ? ഇവിടെ നാം കർത്താവ് പറയുകയാണ് ഇപ്പൊ നമ്മളോട്. കർത്താവ് ഏറ്റവും കൂടുതൽ വെറുത്തിയ ഒരു കാര്യമുണ്ട്. എന്താ കാര്യം എന്നറിയാവോ? ഈശോ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്നത് മനുഷ്യന്റെ അഹങ്കാരത്തെയും അവനിലുള്ള കാപട്യത്തെയുമാണ്. യേശുനാഥൻ ഏറ്റവും കൂടുതൽ വെറുത്തത് മനുഷ്യനിലുള്ള കാപട്യത്തെയും അവനിലുള്ള അഹങ്കാരത്തെയുമാണ്. അഹന്തയുള്ളവനിൽ കർത്താവ് വസിക്കുന്നില്ല. അത് നമ്മൾ ഓർക്കണം എപ്പോഴും. ഒരിത്തിരിയെങ്കിലും അഹന്തയുടെ കണിക നമ്മളിൽ ഉണ്ടെങ്കിൽ കർത്താവ് ഒരിക്കലും നമ്മളിൽ വസിക്കാൻ ആഗ്രഹിക്കില്ല. അഹന്തയുള്ളവന്റെ ഹൃദയത്തിൽ കർത്താവിന് സ്ഥാനമില്ല സഹോദരങ്ങളെ. അഹന്തയുള്ളവന്റെ ഹൃദയം കർത്താവിന് ഹിതകരമല്ല. നാം അത് ചിന്തിക്കണം. എപ്പോഴും നമ്മളിലുള്ള അഹങ്കാരം എടുത്തു മാറ്റി എളിമയുടെ കണിക, എളിമയുടെ കൃപ, വിനയത്തിന്റെ കൃപ നമ്മളിലേക്ക് ഒഴുക്കുന്നതിനായി നാം പ്രാർത്ഥിക്കണം. കർത്താവ് കാപട്യത്തെയും അഹങ്കാരത്തെയും വെറുക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു, ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. ലൂക്കാസ് വിശേഷകൻ 1-ാം അധ്യായം 51-52 തിരുവചനങ്ങളില് നമ്മളോട് സംസാരിക്കുകയാണ്. ഹൃദയ വികാരത്തിൽ അഹങ്കരിച്ചവരെ ചിതറിച്ചു. വീണ്ടും പറയുകയാണ്, ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും താഴെ ഇറക്കി, എളിയവരെ ഉയർത്തി. ഇവിടെ നമ്മുടെ തമ്പുരാൻ എന്താണ് ചെയ്തത്? ഹൃദയ വികാരത്തിൽ ഹൃദയവികാരത്തിൽ അഹങ്കരിച്ചവരെ കർത്താവ് ചിതറിച്ച് കളയുകയാണ്. ഇവിടെ ശക്തനായവനെ സിംഹാസനത്തിൽ നിന്നും തമ്പുരാൻ മറിച്ചിടുകയാണ് ഇവിടെ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. അമസിയുടെ പുത്രനായ ഉസിയ, ഈ ഉസിയ ഉണ്ടല്ലോ, കർത്താവിനോട് വളരെ അടുത്തിരുന്ന ഒരു സമയമുണ്ട്. അങ്ങനെ കർത്താവിനോട് അടുത്തിരിക്കുന്ന സമയത്ത് ഉസിയായിക്ക് ദൈവം എല്ലാ ഐശ്വര്യങ്ങളും കൊടുത്തു, നന്മകൾ ഒത്തിരിയേറെ വാരിക്കോരി വർഷിച്ചു. അങ്ങനെ സമ്പത്തും മാടുമാടുകളും കാലിക്കൂട്ടങ്ങളും എന്ന് വേണ്ട രാജ്യവും അധികാരവും എല്ലാം ഉസിയായിക്ക് കൊടുത്തു.
അങ്ങനെ കൊടുത്തപ്പോഴ് ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തി കൊണ്ട് ദൈവത്തിന്റെ അത്ഭുതകരമായ ആ സഹായം നമ്മുടെ ഉസിയായിക്ക് ലഭിച്ചപ്പോഴ് ഉസിയ എന്താ ചെയ്തതെന്നറിയോ? ഭയങ്കര അഹങ്കാരപ്രമത്തനായി മാറി. ഈ അധികാരമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ, ഇത്ര സമ്പത്തൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇനി എനിക്ക് ദൈവത്തെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് കർത്താവിനെ നിന്ദിച്ചു. ഇത് നമ്മുടെ കർത്താവിന് ഇഷ്ടപ്പെട്ടില്ല. കർത്താവിനോട് ഏറ്റവും ചേർന്ന് നിന്ന കർത്താവിന്റെ അരുമ മകനാ. എന്നിട്ട് കർത്താവിൽ നിന്ന് അകന്ന അധികാരം കിട്ടിയപ്പോൾ അവൻ അഹങ്കരിച്ചു. ഇവിടെ ഓർക്കണം, പൊന്നു തമ്പുരാനാണ് എല്ലാം കൊടുത്തത്, നമ്മുടെ കർത്താവാണ് എല്ലാം കൊടുത്തത്. എന്നിട്ടും ഞാൻ എന്ന് പറഞ്ഞ് അഹങ്കരിച്ചു. ആ നിമിഷം ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് നാം മനസ്സിലാക്കണം. കർത്താവ് അവനെ നാശകൂമ്പാരത്തിലേക്ക് പറഞ്ഞു വിടുക മാത്രമല്ല ചെയ്തത്, ശരീരം മുഴുവൻ വ്രണങ്ങളൊക്കെ നിറഞ്ഞ കുഷ്ഠരോഗിയായി അവൻ മാറി. ഇവിടെ നാം ഓർക്കണം, കർത്താവിന്റെ വചനം സത്യമാണ് സഹോദരങ്ങളെ. കർത്താവ് പറയുകയാണ്, ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും ഞാൻ മറിച്ചിട്ടു, ഹൃദയത്തിൽ അഹങ്കരിച്ചവരെ, ഹൃദയ വികാരത്തിൽ അഹങ്കരിച്ചവരെ ഞാൻ ചിതറിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ഇപ്പോൾ നമ്മളിൽ നിന്നും എളിമ ആവശ്യപ്പെടുകയാണ്. നമ്മളോട് എളിമപ്പെടാൻ കർത്താവ് പറയുകയാണ്. നാം എളിമപ്പെട്ടാൽ കർത്താവ് നമ്മളിൽ വസിക്കും, നമുക്ക് ശക്തി തരും, എല്ലാ നന്മകളും നമ്മളിലേക്ക് വർഷിക്കുമെന്ന് കർത്താവ് ഇപ്പോൾ ഈ നിമിഷം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ മന്ത്രിക്കുന്നുണ്ടാകും, മക്കളെ, മകനെ, മകളെ, നീ എളിമപ്പെട്, നീ സ്വയം എളിമപ്പെട് എന്ന് പറയുന്നുണ്ടാകും. നീ ഏതെല്ലാം തെറ്റുകളിലൂടെ കടന്നുപോയാലും കർത്താവ് നിന്റെ പഴയ കാലത്തെ പറ്റി ചിന്തിക്കുന്നേയില്ല. നമ്മൾ ഒത്തിരിയേറെ തെറ്റുകളിലൂടെ കടന്നുപോയവരാണ്. തമ്പുരാൻ ഇഷ്ടമുള്ളതും ഇല്ലാത്തതുമായ, തമ്പുരാൻ ഒട്ടും തെറ്റുകൾ ഇഷ്ടപ്പെടുന്നില്ല, പാപപങ്കിലമായ ജീവിതത്തിലൂടെ കടന്നുപോയവരാണ് നമ്മളൊക്കെ. എങ്കിൽ പോലും എത്ര കൊടും പാപങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും കർത്താവ് പറയുകയാണ്, സ്വയം എളിമപ്പെടുക, ഞാൻ നിങ്ങളെ ഉന്നതിയിലേക്ക് കൊണ്ടുവരും, ഒരു തിന്മയും ഒരനർത്ഥവും നിങ്ങൾക്ക് വരുത്തുകയില്ല എന്ന് ഈ നിമിഷം നമ്മുടെ പൊന്നു തമ്പുരാൻ പറയുകയാണ്. മക്കളെ, എളിമപ്പെടുക. എൻ്റെ സഹോദരങ്ങളെ, ഇപ്പോൾ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത് എളിമപ്പെടാനാണ്, എളിമ ആവശ്യപ്പെടുകയാണ്. നാം ഓരോരുത്തർക്കും എളിമയുള്ള ഹൃദയത്തോടെ, അനുതാപമുള്ള ഹൃദയത്തോടെ ചെയ്തു പോയ പാപങ്ങൾ ഓർത്തുകൊണ്ട് കർത്താവിന് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ ഹൃദയം എളിമപ്പെടുത്താം. ആഹാബ് രാജാവ് എല്ലാ തിന്മകളുടെയും വിളനിലമായിരുന്നു. ആഹാബ് ദൈവനിഷേധം, വിഗ്രഹാരാധന എന്ന് വേണ്ട ഭൂമിയിൽ എന്തെല്ലാം തിന്മകളുണ്ടോ അതൊക്കെ ചെയ്ത് അങ്ങനെ ജീവിച്ച നമ്മുടെ ആഹാബ് രാജാവ്, ആഹാബിന് തോന്നി ഈ അധികാരമെല്ലാം കിട്ടിയപ്പോൾ വളരെ മേച്ചമായ രീതിയിലൊക്കെ ഒന്ന് ജീവിച്ചേക്കാം, ഈ ലോകത്തിലെ സുഖങ്ങളെല്ലാം നാം അനുഭവിച്ചറിയണം. അങ്ങനെ ആഹാബ് രാജാവ് സകലവിധ തിന്മകളിൽ മുഴുകി ജീവിക്കുമ്പോൾ കർത്താവിന് തോന്നി, എന്റെ ജീവവായു കൊടുത്ത് ഞാൻ സൃഷ്ടിച്ച എന്റെ മകൻ നഷ്ടപ്പെട്ടു പോകരുത് എന്ന് കർത്താവിനൊരു നിമിഷം തോന്നി. കർത്താവ് ആദ്യമേ പറഞ്ഞു, ഞാൻ അവനെ നശിപ്പിക്കും, ആഹാബിനെ ഞാൻ നശിപ്പിക്കും എന്ന് പറഞ്ഞതാണ്. എങ്കിലും കർത്താവിന് തോന്നി ഒന്നുകൂടി ശ്രമിച്ചു കളയാം. അങ്ങനെ ശ്രമിക്കുന്നതിനായിട്ട് ശ്രമിച്ച സമയത്ത് കർത്താവ് നമ്മുടെ ഏലിയാ പ്രവാചകനെ ആഹാബിന്റെ അടുത്തേക്ക് അയക്കുകയാണ്. അപ്പൊ ഏലിയാ പ്രവാചകൻ ചെന്ന് നമ്മുടെ ആഹാബിനോട് താക്കീത് ചെയ്തു, അവന്റെ തെറ്റുകളെ പറ്റി ബോധ്യപ്പെടുത്തി കൊടുത്തു. ഈ സമയത്ത് ആഹാബ് പശ്ചാത്താപ വിവശനായി, താൻ ഒത്തിരിയേറെ തെറ്റുകളൊക്കെ ചെയ്തു, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത രീതിയിലും മ്ലേച്ഛതകൾ പ്രവർത്തിച്ചു. കർത്താവേ, എന്നോട് പൊറുക്കണമേ എന്ന് പറഞ്ഞ് പശ്ചാത്താപ വിവശനായ നമ്മുടെ ആഹാബ് രാജകീയ വസ്ത്രങ്ങളെല്ലാം ഉപേക്ഷിച്ചു, ചാക്കുടുത്തു, ഉപവസിച്ച് പട്ടുമെത്തകളെല്ലാം മാറ്റി ആ ചാക്കിൽ കിടന്നുറങ്ങി. ഇവിടെ കർത്താവ് ഇത് കാണുന്നുണ്ട്. കർത്താവ് പറയുകയാണ്, ആഹാബ് സ്വയം എളിമപ്പെട്ടതുകൊണ്ട് ആഹാബിനെ വരാനിരിക്കുന്ന എല്ലാ തിന്മകളിലും നിന്ന് കർത്താവ് രക്ഷിക്കുന്നു. ഇവിടെ കർത്താവ് ഏലിയായോട് പറഞ്ഞത് എന്താണെന്നറിയോ? ആഹാബ് എന്റെ മുമ്പിൽ എളിമപ്പെട്ടത് കണ്ടില്ലേ, അതുകൊണ്ട് അവന്റെ ജീവിതകാലത്ത് ഞാൻ ഒരനർത്ഥവും വരുത്തുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, തിന്മകൾ ചെയ്ത തിന്മയുടെ രാജാവായിരുന്ന നമ്മുടെ ആഹാബ് തെറ്റുകളെല്ലാം എളിമയോടെ കർത്താവിന്റെ തിരുസന്നിധിയിൽ ഏറ്റുപറഞ്ഞപ്പോൾ
സ്വയം എളിമപ്പെടാൻ തയ്യാറായി കഴിഞ്ഞപ്പോഴും സംഭവിച്ചത് നമ്മൾ കണ്ടു കഴിഞ്ഞു. എങ്കിൽ ഏതെല്ലാം കൊടും പാപങ്ങൾ ചെയ്തവരാണോ നമ്മൾ, എങ്കിൽ പോലും കർത്താവ് അത് ക്ഷമിച്ച് ഒന്ന് സ്വയം എളിമപ്പെടൂ മക്കളെ എന്ന് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നാം ഒന്ന് സ്വയം എളിമപ്പെടാൻ തയ്യാറായപ്പോഴല്ല, നാം ഒന്ന് അല്പം ചെറുതാകാൻ തയ്യാറായാല് നമുക്ക് വരാനിരിക്കുന്ന എല്ലാ തിന്മകളിൽ നിന്ന് കർത്താവ് രക്ഷിക്കുക മാത്രമല്ല, നന്മയുടെ കിരണങ്ങൾ നമ്മുടെ മേൽ വാരിക്കോരി ചൊരിയുക വരെ ചെയ്യും. വീണ്ടും നിനവേ നിവാസികള്, അവരൊക്കെ തിന്മ മുഴുവൻ, അവിടെ ഒരാൾ പോലും ഇല്ലാതെ എല്ലാവരും തിന്മകൾ ചെയ്തവരാ. പക്ഷേ സ്വയം എളിമപ്പെടാൻ തയ്യാറായപ്പോൾ അവരും എന്താ ചെയ്തത്? ആ നഗരം മുഴുവൻ കർത്താവ് രക്ഷിക്കുകയാണ്. അവിടെ ആ നഗരത്തെ മുഴുവനായിട്ടും കർത്താവ് രക്ഷിച്ചു. അങ്ങനെയെങ്കിൽ ഒന്ന് സ്വയം എളിമപ്പെട്ടുകൂടെ? നമുക്കെല്ലാവർക്കും അഹങ്കാരമൊക്കെ വെടിഞ്ഞ് സ്വന്തം എളിമപ്പെടുന്നവരിലേക്ക് പൊന്നു തമ്പുരാൻ, കരുണാമയനായ നമ്മുടെ കർത്താവ് എത്രയെല്ലാം നന്മകൾ വാരിക്കോരി വർഷിക്കാതിരിക്കില്ല. ആഹാബിന് നന്മ ചെയ്യാം, അത്രയും വലിയ തിന്മ ചെയ്ത ആളാ, എന്നിട്ടും നന്മ ചെയ്തു. നിനവേ നിവാസികളെ മുഴുവൻ രക്ഷിച്ചു. എങ്കില് അത്രയൊന്നും പാപം നമ്മളാരും ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയെങ്കിൽ എളിമയോടെ കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ കരുണാമയനായ പൊന്നു തമ്പുരാൻ തന്റെ അനുഗ്രഹം ധാരാളമായിട്ട് വർഷിക്കുന്നു. ഇവിടെ സങ്കീർത്തകന്റെ പുസ്തകം 25-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ പറയുകയാണ്, എളിയവരെ തന്റെ നീതിമാർഗത്തിലൂടെ നയിക്കുന്നു, വിനീതരെ തൻ്റെ വഴി പഠിപ്പിക്കുന്നു. അതേ സഹോദരങ്ങളെ, വിനീതർക്കായിട്ട് കർത്താവ്, എളിയവർക്കായിട്ട് കർത്താവ് തൻ്റെ നീതി മാർഗങ്ങൾ തുറന്നു വെച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ചെന്നൊന്ന് എടുത്താൽ മതി. പക്ഷെ അവിടെ എളിമയുണ്ടായിരിക്കണം, വിനയമുണ്ടായിരിക്കണം. വിനീത ഹൃദയരിൽ കർത്താവ് വന്ന് വസിക്കുന്നു. നമുക്ക് വിനയമുണ്ടോ? അവിടെ കർത്താവ് വന്ന് വസിക്കുന്നുണ്ട്. കർത്താവ് വിനീത ഹൃദയരിൽ വന്ന് വസിക്കുക മാത്രമല്ല, അവരെ നവീകരിക്കുകയും പുതുക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളെ ഓരോരുത്തരെയും നവീകരിക്കാനും പുതുക്കാനും അവിടുന്ന് കടന്നു വരുന്നുണ്ട്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ പറയുന്നത് ഇതാണ്, അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കാൻ ഞാൻ അവരോട് കൂടെ വസിക്കുന്നു. അതെ, അനുതാപികളുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കുന്നതിനായിട്ട്, നവീകരിക്കുന്നതിനായിട്ട്, വിനീതരുടെ ഹൃദയത്തിൽ വസിക്കുന്നതിനായിട്ട് പൊന്നു തമ്പുരാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഈ എഫാത്ത കൂട്ടായ്മയിലെ വചനം ശ്രവിക്കുന്ന ഓരോ മക്കളിലേക്കും പൊന്നു തമ്പുരാൻ വസിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് നമ്മളിൽ വസിക്കാൻ എന്നും എന്നും ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഈശോനാഥൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഈശോ തൻ്റെ ഈ ഭൂമിയിലെ ജീവിതം അവസാനിപ്പിച്ച് സ്വർഗത്തിലേക്ക് യാത്രയാകുന്നതിന് തൊട്ടു മുമ്പ് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. ഇന്ന് ലോകമെമ്പാടും ദൈനംദിനം അർപ്പിക്കപ്പെടുന്ന ദിവ്യബലിയില് യേശുനാഥൻ സന്നിഹിതനാണ് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. കാരണം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും വാങ്ങി ഭക്ഷിക്കുവിൻ. യേശുനാഥന്റെ ശരീരവും രക്തവുമാകുന്ന ആ ദിവ്യകാരുണ്യം നമ്മൾ ഭക്ഷിക്കുമ്പോൾ അനുതാപത്തോടും എളിമയോടും നമ്മൾ വിനയത്തോടും കൂടി കർത്താവിന്റെ ദൈനംദിനം അർപ്പിക്കുന്ന ദിവ്യബലിയില് നാം സന്നിഹിതരായി അതിൽ ചേരുമ്പോൾ, ആ ദിവ്യകാരുണ്യനാഥനെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ അവിടെ കർത്താവ് വന്ന് വസിക്കുന്നു. കർത്താവിന്റെ ആഗ്രഹം നമുക്ക് സബലീകരിക്കുന്നതിന് സാധിക്കുന്നു. അതെ, കർത്താവ് ഇന്നും നമ്മളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം നമ്മളൊന്ന് സാധിച്ചു കൊടുക്കണം. കർത്താവിനോട് എളിമയും വിനയവുമുള്ളവരാകണം. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത് ഇപ്രകാരമാണ്, സ്വയം എളിമപ്പെടുക, അപ്പോൾ കർത്താവ് നിന്നോട് ഒന്നാകാൻ ഇറങ്ങി വരും. എന്നാൽ നീ അഹങ്കരിച്ചാൽ അവിടുന്ന് നിന്നിൽ നിന്നകന്നു പോകും. വിശുദ്ധ അഗസ്റ്റിന്റെ വാക്കുകളാണിത്. നിങ്ങൾ സ്വയം എളിമപ്പെടാൻ തയ്യാറായാൽ കർത്താവ് നിങ്ങളിൽ വന്നു വസിക്കും. കർത്താവ് നിങ്ങളോട് ഒന്നാവാൻ ഇറങ്ങി വരും.
അതേസമയം സഹോദരങ്ങളെ, നിങ്ങൾ അഹങ്കരിച്ചാൽ കർത്താവ് നിങ്ങളിൽ നിന്നും അകന്നു പോകും. ദൈവത്തെ ധിക്കരിച്ച മാലാഖമാർ ദൈവത്തെ ധിക്കരിച്ചുകൊണ്ട് അഹങ്കാരികളായി മാറിയപ്പോൾ ദൈവം അവരെ തൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മാട്ടിപ്പായിച്ച് അഗാധ ഗർത്തത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അതെ, പൊന്നു തമ്പുരാൻ ഇന്ന് ചെയ്യുന്നത്, എളിമയുള്ളവരെ കർത്താവ് നന്മകളാൽ സമ്പന്നരാക്കുന്നു. പക്ഷേ ഇന്ന് നമ്മുടെയൊക്കെ ഹൃദയം നന്മകൾ കൊണ്ട് സമ്പന്നരാക്കാൻ കർത്താവിന് കഴിയുന്നുണ്ടോ? നാം എല്ലാം നമ്മളെ കൊണ്ട് തന്നെ നിറഞ്ഞിരിക്കുകയാണ്. നമ്മളെ കൊണ്ട് തന്നെ നമ്മൾ നിറഞ്ഞിരിക്കുക സഹോദരങ്ങളെ. ഞാൻ എന്ന് ഉള്ളതെല്ലാം എനിക്ക് വെട്ടിപ്പിടിക്കണം, എല്ലാം എന്റേതാണെന്ന്, എനിക്ക് ഇത്രയുണ്ട് അത്രയുണ്ട്, എനിക്ക് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്, ഇതെല്ലാം അല്ലേ നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നത്? പിന്നെ എങ്ങനെ കർത്താവിന് വരാൻ കഴിയും? കർത്താവിന് വസിക്കാൻ കഴിയും? ഞാനും നിങ്ങളുമാകുന്ന ഈ സമൂഹത്തിലെ എല്ലാ വ്യക്തികളിലും ഇങ്ങനെ ഞാൻ എന്ന പാപം നിറഞ്ഞു നിൽക്കുമ്പോൾ അവിടെ കർത്താവിന് കടന്നു വരുവാനോ, കർത്താവിന് അവിടെ ഇടം ലഭിക്കുന്നതിനോ, കർത്താവിന്റെ ദാനങ്ങൾക്ക് അവിടെ കടന്നു വരുന്നതിനോ സാധിക്കുന്നില്ല. അതിനാൽ സ്വയം ശൂന്യവത്കരിച്ചുകൊണ്ട് തൻ്റെ ഒന്നുമില്ലായ്മ മനസ്സിലാക്കി നാം കടന്നു വരുമ്പോൾ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ അവിടുന്ന് നമ്മോടൊത്ത് വസിക്കുന്നു. എളിമയുടെ കർത്തവ്യം നാം നിറവേറ്റുമ്പോൾ യേശുനാഥന്റെ ഹൃദയത്തോടും നാം ചേരും. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, യേശു ദൈവമായിരുന്നിട്ടും ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. യേശുനാഥൻ അറിയാം ഞാൻ ഈ ലോകത്തിന്റെ എല്ലാം ഉടയവനാണെന്നറിയാം. എന്നിട്ടും തമ്പുരാൻ എളിമയോടെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. ഇവിടെ നമ്മളോടും പറയുന്നത് പരസ്പരം നാമും പാദങ്ങൾ കഴുകണമെന്നാണ് കർത്താവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഒറ്റപ്പെടലുകളും ഒക്കെ ഉണ്ടാകുന്നില്ല പരിഗണനയില്ലാത്ത അവസ്ഥകൾ ഉണ്ടാകുന്നില്ലേ സഹോദരങ്ങളെ? അവജ്ഞയും അപമാനവും സഹിക്കേണ്ടതായിട്ട് വരുന്നില്ലേ നാം ഓരോരുത്തർക്കും? മാതാപിതാക്കന്മാർ മക്കളോട് പരിഗണന കാണിക്കുന്നില്ല, അപമാനിക്കുന്നു. മക്കൾ മാതാപിതാക്കന്മാരെ, മാതാപിതാക്കൾ മക്കളെ, സഹോദരി സഹോദരങ്ങള്, അയൽക്കാര്, നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം നാം അവഹേളിതരാകുന്നില്ലേ? കർത്താവ് ഇവിടെ പറയുകയാണ്, നിങ്ങൾ അവയെല്ലാം എളിമയോടെ സ്വീകരിക്കുമ്പോൾ, ഈ അവജ്ഞയും പരിഗണനയും ഒറ്റപ്പെടുത്തലുകളും എല്ലാം എളിമയോടെ സ്വീകരിക്കുമ്പോൾ അവിടെ ദൈവസ്നേഹത്താൽ നമ്മുടെ ഹൃദയം ജ്വലിക്കും സഹോദരങ്ങളെ. സ്വന്തം തെറ്റുകൾ സ്വയം അംഗീകരിക്കാതെ നമ്മളൊക്കെ മറ്റുള്ളവരിൽ ചുമത്തുന്ന ഒരു പ്രവണതയുണ്ട്. അവൻ കാരണം, അല്ലെങ്കിൽ അവൾ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്, അല്ലെങ്കിൽ അവൻ എന്നോട് പറഞ്ഞു ഇത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ. പക്ഷേ നാം ഓർക്കണം, നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നമ്മുടേത് മാത്രമാണ്, അതിനാരുമില്ല. മക്കൾ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചെയ്തത്, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ഇത് പറഞ്ഞു, ഭാര്യ ഇത് പറഞ്ഞു, അതുകൊണ്ടൊക്കെ ഞാൻ ചെയ്തു, അല്ലാതെ ഞാനല്ല അതിന് ഉത്തരവാദി. നമ്മുടെ ആദം പറഞ്ഞതുപോലെയാ. പക്ഷെ സ്വന്തം തെറ്റുകൾ സ്വയം അംഗീകരിക്കാതെ മറ്റുള്ളവരുടെ മേൽ നമ്മൾ ചുമത്താൻ ശ്രമിക്കുമ്പോൾ, ഈ ലോകത്തിന്റെ സുഖത്തിന്റെ പിന്നാലെ നാം പരക്കം പായുമ്പോൾ, അതിനായി നമ്മുടെ ശരീരവും മനസ്സും ആരോഗ്യവും സമയവും എല്ലാം ദൈവത്തിന് കൊടുക്കുന്നതിന് പകരം ഈ ലോകത്തിലെ ലൗകികതയ്ക്ക് വേണ്ടിയിട്ട് നാം മാറ്റിവെക്കുമ്പോൾ അവിടെ തമ്പുരാൻ തന്ന എളിമയെന്ന സുഹൃതം നമ്മളിൽ നിന്നും അകന്നു പോകുകയാണ്. മറ്റുള്ളവരെ തന്നെക്കാൾ ചെറുതായി കാണുമ്പോൾ, ചെറുതായി കാണുന്നു എന്ന് പറഞ്ഞാൽ അവരെ കാണുമ്പോൾ നമുക്ക് തോന്നും മറ്റുള്ളവരൊക്കെ ചെറുതാണെന്ന് നമുക്ക് തോന്നിയില്ല, അത് അവരുടെ മേൽ കുറച്ച് അധികാരമൊക്കെ ചെലുത്താമെന്ന്. അങ്ങനെ അധികാരം ചെലുത്താൻ നാം ശ്രമിക്കുമ്പോഴും യേശു തന്ന ആ സുഹൃതം നമ്മളിൽ നിന്നും അപ്രത്യക്ഷമാകുന്നു. ഇവിടെ നാം ചെയ്യുന്നത് ഇങ്ങനെയുള്ള പ്രവർത്തികളൊക്കെ നാം ചെയ്യുമ്പോൾ യേശു നമ്മുടെ ഹൃദയത്തിൽ നിന്നും അകന്നു പോകും. എളിമയെന്ന പുണ്യത്തിന്റെ പ്രാധാന്യവും പ്രയോജനവും യേശുനാഥൻ മാത്രമല്ല, പരിശുദ്ധ അമ്മ കൂടി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് പുത്രനെ ഉദരത്തിൽ വഹിച്ച അമ്മ. നാം ഓർക്കണം, അന്നത്തെ കാലത്തെ യഹൂദ ജനങ്ങളുടെ ഇടയിൽ ഒരു കന്യക ഗർഭം ധരിച്ചിട്ടുണ്ട് എങ്കിൽ അവളെ കല്ലെറിഞ്ഞ് നിന്ദ്യമായി നീചമായി ആക്ഷേപിച്ച് കൊല്ലുമായിരുന്നു. പക്ഷെ അതൊന്നും വകവെക്കാതെ തന്റെ പിതാവ് തന്നോട് പറഞ്ഞത് അക്ഷരം പ്രതി എളിമയോടെ അനുസരിച്ചുകൊണ്ട് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് പുത്രനെ ഉദരത്തിൽ വഹിച്ചു.
വിശുദ്ധ സ്നാപക യോഹന്നാനും നമ്മളോട് ഇത് തന്നെയാണ് പറയുന്നത്. യേശുവിനെ പറ്റി പറയുന്നത് ഇതാണ്: അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം. ഇവിടെ നമ്മുടെ കർത്താവായ യേശുനാഥൻ നമ്മളോട് പറയുന്നത് ഇപ്രകാരമാണ്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 29-ാം തിരുവചനത്തിലൂടെ പറയുകയാണ്: ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. അതെ, ഞാൻ ശാന്തശീലനാണ്, നിങ്ങൾ ശാന്തരായിരിക്കുവിൻ. ഞാൻ വിനീത ഹൃദയനാണ്, നിങ്ങൾ വിനീതമുള്ളവരായിരിക്കുവിൻ. നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ. ആക്ഷേപിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് അതേ നാണയത്തിൽ തിരിച്ചടിച്ചില്ല. അതുപോലെ തന്നെ അവിടുന്ന് പീഡകളൊക്കെ സഹിച്ചപ്പോൾ ആരോടും ഭീഷണി മുഴക്കിയില്ല. താൻ കണ്ടുമുട്ടിയ എല്ലാവരോടും സ്നേഹവും സ്വാന്തനവും രക്ഷയും ആശ്വാസവും എല്ലാം നൽകിക്കൊണ്ട് പൊന്നുതമ്പുരാൻ നീങ്ങുകയാണ് ചെയ്തത്. ഇവിടെ നാമും മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കരുതിയും സ്വാർത്ഥതയില്ലാതെ എളിമയോടും അനുതാപത്തോടും വിനയത്തോടും കൂടി കർത്താവിൻ്റെ തിരുമുമ്പിൽ വ്യാപരിച്ച് നമുക്ക് മുന്നേറാം. കർത്താവിൻ്റെ കരുണയ്ക്കായി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. എളിമയുള്ള ഒരു ഹൃദയം എനിക്ക് നൽകണമേ, വിനയമുള്ള ഹൃദയം നൽകണമേ. കർത്താവെ, അങ്ങയുടെ തിരുവചനം കേൾക്കുവാൻ എന്നെ ദാഹാർത്തനാക്കി മാറ്റണമേ. എനിക്ക് തൃഷ്ണയുണ്ടാകണമേ. കർത്താവെ, എന്നിൽ വന്ന് പ്രസാദിക്കണമേ. ഇങ്ങനെ നമുക്ക് നിരന്തരം കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല മറ്റുള്ളവരെ സ്വാർത്ഥതയില്ലാതെ കാണുവാനും എളിമയിലൂടെ മറ്റുള്ളവർക്ക് പ്രചോദനമേകുവാനും നമുക്കെല്ലാവർക്കും കർത്താവ് അനുഗ്രഹിക്കുവാൻ വേണ്ടി ഈ നിമിഷം നമുക്ക് സ്തുതിച്ച് പാടി കർത്താവിനെ വാഴ്ത്താം. യജമാനനായി മാറുവാൻ ദാസനായി തീരൂ, വലിയവനായി തീരുവാൻ എളിയവനാകൂ. യജമാനനായി മാറുവാൻ ദാസനായി തീരൂ. എളിമയിൽ നിന്നും നീ ഉയരും സാമോദം, എളിമയിൽ നിന്നും നീ ഉയരും സാമോദം. ദൈവഹിതത്താൽ നീ എന്നെന്നും പ്രിയനായി തീരും. വലിയവനായി തീരുവാൻ എളിയവനാകൂ, യജമാനനായി മാറുവാൻ ദാസനായി തീരൂ. വലിയവനായി തീരുവാൻ എളിയവനാകൂ. യജമാനനായി മാറുവാൻ ദാസനായി തീരൂ. എളിമയോടെ നീ വിളിച്ചാൽ ദൈവസ്വരം കേൾക്കാം, താഴ്മയോടെ നീ ജപിച്ചാൽ ദൈവമുഖം കാണാം. എളിമയോടെ നീ വിളിച്ചാൽ ദൈവസ്വരം കേൾക്കാം. താഴ്മയോടെ നീ ജപിച്ചാൽ ദൈവമുഖം കാണാം. ആദരവോടെ നീ നിന്നീടിൽ, ആദരവോടെ നീ നിന്നീടിൽ. സമയം യേശുവിനെ വിണ്ണോളം ഉയർത്തും.
ദൈവഹിതത്താൽ നീ എന്നെന്നും പ്രിയനായി തീരും.